കൊച്ചമ്മേ, വിശേഷമൊന്നുമില്ലല്ലോ? മരുന്ന് കഴിച്ചോ? ഞാൻ ഈ അടുത്തൊരു സ്ഥലം വരെ പോയി ഉടനെ വന്നേക്കാം. നിങ്ങൾ മരിച്ചില്ലായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ നടത്തിയതൊരു നാടകമായിരുന്നു. കൊള്ളാം. നിങ്ങളെ കാട്ടിൽ ഒളിച്ചു വെച്ചിട്ട് ഞാൻ കൊന്നുവെന്നെ പേരിൽ കുറ്റാരോപണം. എണീക്കൂ, എണീക്കാൻ. ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ വെച്ച് നിങ്ങളെ കൊണ്ട് സത്യം മുഴുവൻ ഞാൻ പറയിപ്പിക്കും. അവരെ വിടൂ. ഓ, അപ്പൊ നിങ്ങളും ഗോപാല മുതലാളിയുടെ കയ്യാളാണല്ലേ? ഞാൻ പറയുന്നത് കേൾക്കും. അവരെ വിടൂ. ഇല്ല, അവരെന്റെ കൂടെ വന്നേ പറ്റൂ. അവരെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. കൊണ്ടുപോകും. അവരെ വിടാൻ. അയ്യോ, ബാബുവൻ കുഞ്ഞായിരുന്നപ്പോ എന്റെ ഈ കാലുകൊണ്ട് മോനെ ഞാൻ ചവിട്ടിയില്ലേ, അതിന്റെ ശിക്ഷയാണിത്. ഗോപാലിന്റെ കുത്തേറ്റകൾ കൊച്ചമ്മയുടെ നട്ടെല്ലിനാണ്. ജീവൻ രക്ഷിച്ചുവെങ്കിലും കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു. ഇപ്പോഴും ചികിത്സയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ബാബുവിനെ തടഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനെല്ലാം പറയാം കുഞ്ഞെ. ഞാൻ മാധവി കൊച്ചമ്മയുടെ രക്ഷാക്കാരനായിരുന്നു. ഒരു ദിവസം മണിമംഗലം ഭവാനിയമ്മയെയും കുഞ്ഞിനെയും കൊല്ലാൻ ഗോപാലൻ എന്നോട് ആവശ്യപ്പെട്ടു. ചെയ്യില്ലെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. അയാൾ എന്നെ കൊല്ലാൻ തയ്യാറായി. എന്റെ ജീവന് വേണ്ടി ഞാൻ മറ്റൊരു ജീവൻ ബലി കഴിച്ചു. പാവം ജാനകി. ഭവാനിയമ്മയും കുഞ്ഞും എന്റെ ആഗ്രഹം പോലെ രക്ഷപ്പെട്ടു. ജാനകിയുടെ കൊലപാതകി എന്ന പേരിൽ ഗോപാലൻ എന്നെ പോലീസിൽ പിടിപ്പിക്കാൻ ശ്രമിച്ചു. ഭദ്ര, നിന്നെ പിടിക്കാൻ പോലീസ് വരുന്നു. ജാനകിയെ കൊന്ന കുറ്റത്തിന് നിന്നെ അറസ്റ്റ് ചെയ്യും. ഇവിടെ നിൽക്കുന്ന അപകടമാണ്. എവിടെങ്കിലും പോയി രക്ഷപ്പെടും. കൊച്ചമ്മേ, കല്യാണിക്ക് പ്രസവവേദനയാണ്. ഞാനിപ്പോൾ പോയാൽ അവരെ ഞാൻ നോക്കിക്കോളാം. ഇതിരിക്കട്ടെ. കൊച്ചമ്മേ, ഞാൻ... അയ്യോ, അവരിങ്ങ് എത്തിക്കഴിഞ്ഞു. കൊച്ചമ്മേ, ഞാൻ എന്ത് വേണം? ഇനി വരൂ. ഇങ്ങോട്ട് കയറിക്കോളൂ. ആയിക്കൊണ്ട് നീ കയറോ. ഇതാണ് സാർ. നീ ഇവിടെ? കല്യാണിക്ക് പ്രസവവേദനയാണ്. സഹായത്തിന് മറ്റാരുമില്ല. ഇത് ഭദ്രന്റെ വീടല്ലേ? അവനോട് പുറത്തേക്ക് വരാൻ പറ. ഭദ്രൻ ഇവിടെ ഇല്ല. അത് പേര് പരിശോധിക്കാം. അയ്യോ, അകത്തൊരു സ്ത്രീ പ്രസവിക്കാൻ കിടക്കുന്നു.
പുരുഷന്മാർ അകത്ത് കടക്കാൻ പാടില്ല. മാധവി, പോലീസ് ജോലി കിട്ടിയോ? അയ്യോ അമ്മേ, എന്റെ അമ്മേ. എന്നാ നമുക്ക് പൊട്ടൂടെ? എങ്ങനെ പോകാനാ? അത്തരം കൊലപാതകയാണ്. അയ്യോ അമ്മ, അയ്യോ ഭദ്രം പോവൂ, എവിടെങ്കിലും പോയി രക്ഷപ്പെടും. ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം, കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചോളാം. വേണ്ട കൊച്ചമ്മേ, എന്റെ കുഞ്ഞിനെ ഇങ്ങ് തരൂ. അന്ന് മുതൽ ഞാനും എന്റെ മകൾ സുശീലയും കാട്ടിൽ ഒളിച്ചു കഴിയുകയാണ്. കാട്ടിലെങ്കിലും എന്നെ ജീവിക്കാൻ വിട്ട മാധവി കൊച്ചമ്മയെ ആ ദുഷ്ടൻ കൊന്നുവെന്ന് ബാബുമോൻ പറഞ്ഞു കേട്ടപ്പോൾ അവനെ കൊല്ലാനായി ഞാൻ മണിമംഗലത്തെത്തി. ആശുപത്രിയിൽ അപകടാവസ്ഥയിൽ കിടന്നിരുന്ന മാധവി കൊച്ചമ്മയെ വകവരുത്താനായി അയാളപ്പോൾ ഗൂഢാലോചന നടത്തുകയായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പാഞ്ഞെത്തി. വിളക്കണിഞ്ഞ നേരം കൊണ്ട് കൊച്ചമ്മയെ ഞാൻ കടത്തിക്കൊണ്ടുപോന്നു. ഭദ്രം പറഞ്ഞതെല്ലാം സത്യമാണ് മോനെ. ഞാനിതെല്ലാം പോലീസിൽ പറയും. എനിക്കെന്ത് സംഭവിച്ചോട്ടെ. മണിമംഗലത്ത് ഗോപാലനാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് മാധവി കൊച്ചമ്മ പോലീസിൽ ഏറ്റുപറയാൻ സംഭവിച്ചിരിക്കുന്നു. നേരാണോ അച്ഛാ? അതേ മോളെ, കൊച്ചമ്മയ്ക്ക് എണീച്ചടക്കാൻ വയ്യാത്തത് കൊണ്ട് പോലീസിനെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി ബാബു അവർക്ക് ഫോൺ ചെയ്യാൻ പോയിരിക്കുകയാണ്. എല്ലാം എന്റെ നേർച്ച കൊണ്ടാണ് അച്ഛാ. മലങ്കാവിൽ അമ്മ എന്നെ കൈവിടില്ല. മോളെ, അമ്മയ്ക്ക് നീ എന്താണ് നേർന്നത്? ഞാൻ എന്നെ തന്നെ കൊടുക്കാൻ നേർന്നിരിക്കുകയാണ് അച്ഛാ. മോളെ, അങ്ങനെ അറിയാൻ പറ്റുന്ന വാക്കുകളൊന്നും പറയരുത്. അയ്യോ, അച്ഛൻ പേടിച്ചു പോയോ? പാവം ബാബുവേട്ടൻ എല്ലാ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നാൽ മലങ്കാവിൽ അമ്മയ്ക്ക് ഞാനൊരു മുടിയേറ്റ് നേർന്നിട്ടുണ്ടച്ചാ.